നമ്മളിപ്പോൾ കാണാൻ പോകുന്ന അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സിൽ ഒരു ഡിസൈൻ വന്നേക്കുന്നത് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്നതാണ്. അതിൽ നമുക്ക് 4 പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ സെമി സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളത് 4 ഷെയ്ഡ്സ് ഇതിലും ഉണ്ട്. ഇതിലെല്ലാം ഡാർക്ക് ടോണിൽ വന്നിരിക്കുന്ന കോമ്പിനേഷൻസും ഉണ്ട് ഇതിൽ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഡിസൈൻസ് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇത് വരുന്നത് ഒരു ലൈറ്റ് ടർക്വൈസ് കളറാണ്, ഒരു പേസ്റ്റൽ ടോണിൽ വന്നിരിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. യോക്കിലോട്ടും എംബ്രോയ്ഡറി വരുന്നുണ്ട്, മെഷീൻ എംബ്രോയ്ഡറി ആയിട്ട് വരും. അതേപോലെ തന്നെ ഹെം ലൈനിൽ ഒരു ബോർഡർ ആയിട്ടും ഇതിൽ എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. അതിൽ സെൽഫായിട്ടുള്ള ത്രെഡും വന്നിട്ടുണ്ട്, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സിലുള്ള എംബ്രോയ്ഡറിയും വന്നിട്ടുണ്ട്. അടുത്തതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ട വരുന്നതും ഈ സെയിം നെറ്റ് കോട്ട ഫാബ്രിക്കിലാണ്. അതിൽ ബ്ലോക്ക് പ്രിൻറ്റ്സ് വന്നിരിക്കുന്നതാണ്. ഓൾട്ടർനേറ്റ് ആയിട്ട് 2 പാറ്റേണിലുള്ള ബ്ലോക്ക് പ്രിൻറ്റുകൾ വന്നിട്ടുണ്ട്. സൈഡിലോട്ട് ബോർഡറും സെൽഫ് കളറിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള എംബ്രോയ്ഡറി ചെയ്ത് ബോർഡറും അതേപോലെ തന്നെ ക്രോഷ്യ ലേസും വന്നിട്ടുണ്ട്. അതുപോലെ ബിറ്റ്വീൻ ആയിട്ടും ക്രോഷ്യ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ടയുടെ പാറ്റേൺ വന്നിരിക്കുന്നത്. ബോട്ടം ഇതിലെല്ലാം പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ വരുന്നത്. ഇതിലടുത്ത ഷെയ്ഡ് വരുമ്പോൾ ലാവൻഡർ ആണ് വന്നേക്കുന്നത്. ബാക്കി ഡിസൈനൊക്കെ സെയിം ആണ്. ഈവൻ ത്രെഡ് വർക്കും കോൺട്രാസ്റ്റ് വന്നേക്കുന്ന എല്ലാ ഷെയ്ഡ്സിലും ഒരുപോലെയാണ്. അടുത്ത ഷെയ്ഡ് ക്രീമി യെല്ലോ കളറാണ്. ദുപ്പട്ടയും അല്ലാതെ സെയിം പാറ്റേൺ. ബോട്ടം വരുമ്പം കോട്ടൺ. ഇതിലുള്ള ലാസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് പീച്ച്. എല്ലാം നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ് ഇതിൽ. പിന്നെ ദുപ്പട്ട, ബോട്ടം, ഇങ്ങനെ 4 കളേഴ്സാണ് ഇതിലുള്ളത്. ഇനി നമ്മൾ കാണുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ റേഞ്ച് വൈസ് ആണ് നല്ല റേഞ്ചിലാണ്. 1749 റേഞ്ചിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. അപ്പോൾ ഇതിൽ സെമി സിൽക്ക് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ്, കുറച്ചൊരു ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൽ വന്നേക്കുന്നത്. ഇതുപോലെ വരും. നമ്മളൊരു മൊഡാലിൻ്റെ ഒക്കെ ഒരു സെമി മൊഡാൽ പോലെയുള്ള ഒരു ഫിനിഷാണ് വന്നേക്കുന്നത്. പിന്നെ അതിൽ ലൈൻസ് വന്നിട്ടുണ്ട്. അത് ഇതിൽ എംബ്രോയ്ഡറി പോലെ സെൽഫ് വീവിങ് ആയിട്ടുള്ള ലൈൻസ് ആണ് വന്നേക്കുന്നത്. ആ സെയിം കളർ ത്രെഡ്, മേ ബി ഒരു കുറച്ചൊരു ഡാർക്കർ കളറിൽ ഇതിൽ ഈ ഒരു ബേസ് ഷെയ്ഡിനേക്കാളും കുറച്ചൊരു ഡാർക്കർ ടോൺ വരും. പിന്നെ ഫ്രണ്ടിലെല്ലാം സ്കാറ്റേഡ് ആയിട്ട് മിറർ വർക്കും വന്നിട്ടുണ്ട്. യോക്കിലോട്ട് ക്രോഷ്യ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, സെയിം കളറിൽ ഡൈ ചെയ്തിട്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ടാണ് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഫ്ലോറൽ പാറ്റേണും എംബ്രോയ്ഡറി ആയിട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ സ്കാറ്റേഡ് ആയിട്ട് ഈവൻ മിറർ വർക്ക് ഒരു പോർഷനിലോട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡും ആ ഒരു ലൈൻസ് വന്നിട്ടുണ്ട്, വീഡ് ആയിട്ടുള്ള ലൈൻസ്. പിന്നെ ഹെം ലൈനിലോട്ടാണെങ്കിലും ബോർഡറായിട്ട് ക്രോഷ്യ ലേസും വന്നിട്ടുണ്ട്. ഇത്രയും ഡിസൈൻ ഈ ഒരു ടോപ്പിൽ വരുന്നുണ്ട്. ദുപ്പട്ട വന്നിരിക്കുന്നതും സെമി സിൽക്കാണ്, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൽ കുറച്ചുകൂടി ഹെവി ആയിട്ട് അതിൽ ക്രോഷ്യ ലേസ് ഡൈ ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മിഡിലും വരുന്നുണ്ട്, സൈഡിലോട്ടും വരുന്നുണ്ട്. മിഡിലുള്ള അതിൻ്റെ ഒരു പാറ്റേൺ ഈ ഒരു രീതിയിൽ വരും. പിന്നെ അടുത്തതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് സിന്തറ്റിക് സിൽക്കിലാണ് പെയർ ചെയ്യുന്നത്. പിന്നെ അടുത്ത ഷെയ്ഡ് നിന്ന് വന്നിരിക്കുന്നത് യെല്ലോ ആണ്, ബ്രൈറ്റ് യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. ദുപ്പട്ട എല്ലാം അതേ പാറ്റേൺ. പിന്നെ ബോട്ടം. ഇതിൽ അടുത്ത ഷെയ്ഡ് ജെറ്റ് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട, ബോട്ടം. ഇതിലൊരു കളറും കൂടി ഉണ്ട്. അത് വരുന്നത് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ്, സെയിം പാറ്റേൺ. ഇതുപോലെ വരും ദുപ്പട്ട. പിന്നെ ബോട്ടം വന്നേക്കുന്ന സിന്തറ്റിക് സിൽക്കിൽ. ഇങ്ങനെ 4 കളേഴ്സ് ഇതിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. www.tctclothing.store. താങ്ക്സ് ഫോർ വാച്ചിങ്.